ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരാളെയാണ് ചവിട്ടി താഴെയിട്ടത്. മൃദുലേനെ ചവിട്ടി തള്ളി താഴെയിട്ടു എന്നാണ് പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് വരാം. ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു പിടിച്ചു വെച്ചടിച്ചു രണ്ടുപേരും പിടിച്ചു കടിച്ചോ മാറേം പൊട്ടി ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ ഉണ്ടാക്കിയിട്ടതല്ല. നാട് വലിയ നാടും മാനം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞു ഗർഭിണിയായിരുന്നു പാർക്ക് അടിച്ചത് വയറെന്ന് പറഞ്ഞാൽ അപ്പൊ ഗൈസ്, നിങ്ങൾ കാണണം, അവര് അത്രയധികം ഉപദ്രവിച്ചിട്ടുണ്ട് അവരെ. അതായത് പ്രവീണിനെ ഈ അച്ഛൻ പിടിച്ചു വെച്ചിട്ട് ഈ കൊച്ചിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തോ കയ്യിലെടുത്ത് എന്തോ വെച്ചിട്ട് കുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ട് കയ്യിലിട്ട് എന്തോ വെച്ച് കുത്തിയിട്ടുണ്ട്. അത് തടയാൻ ചെന്ന മൃദുലേനെ അവര് ചവിട്ടി താഴെ തള്ളിയിട്ടു. അതായത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മൃദുലേനെ ചവിട്ടി താഴെ തള്ളിയിട്ടു. അത് എന്താ പറയാ, പ്രവീണിന്റെ അമ്മ പോലും അത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം എത്രത്തോളം അതമ്പതിച്ച് പോയിട്ടുണ്ട് ആ ഒരു കുടുംബം എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ചു, അതായത് ഫസ്റ്റ് വീഡിയോ പ്രവീണാണ് ഇടുന്നത്. എന്താ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് പ്രശ്നമൊക്കെ തുടങ്ങുന്നത് എവിടെ വെച്ചാൽ ഫസ്റ്റ് ഡെലിവറി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അടുത്തിടെ നമ്മുടെ ആ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂട്യൂബ് ചാനലിൽ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അതിലൊക്കെ ഈ ഒരു ഫാമിലീനും കാര്യങ്ങളൊക്കെ, അതായത് മുന്നേ ഒക്കെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഫാമിലീനും കാര്യങ്ങളൊന്നും ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സീരീസിൽ, അതായത് ഡെലിവറി വ്ളോഗിന്റെ സീരീസിലൊന്നും കാണാനില്ല. അപ്പോൾ ആൾക്കാർ ചോദ്യം ഉയർത്തി, എന്താണ്, എവിടെയാണ് ഇവർ, ആരും കാണുന്നില്ലല്ലോ, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വേണ്ടിയിട്ട് എന്താ പറയാ ഇവര് ഇട്ടു. അതായത് പ്രവീൺ ഇട്ടു. ഓക്കെ, അതായത് തനിക്ക് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് മെയിൻ വിഷയം അതില്, അതായത് തനിക്ക് അഡ്രസ് ഇല്ല. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കേട്ടിട്ട് വരാം. അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തനിക്ക് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ മാറ്റിയിട്ട് പ്രണവും എന്താ പറയാ വീഡിയോ ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 ചാനലായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഒന്ന് പ്രവീൺ പ്രണവ് എന്നുള്ള ചാനൽ ഇപ്പം പ്രവീണിന്റെ കയ്യിലേക്ക് മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. അതില് ഒന്നും ഇവര് വരില്ല എന്നെന്തോ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ചാനൽ, അതായത് ഈ ചേട്ടനും അനിയനും വേറെ ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനൽ. അപ്പൊ ഈ പ്രണവ് കൊച്ചു പറഞ്ഞ ചാനലിലാണ് ഈ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞത്. ഇവർ കേട്ടപ്പം എന്ത് ചെയ്തു, ഇവര് വീഡിയോ ഇറക്കി. അതായത് അഡ്രസ് ഇല്ലാന്ന് എന്താണ് പറയുന്നത്, ഇങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഭാഗം ന്യായീകരിച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്തു, ഈ ആൾക്കാരൊക്കെ വിചാരിച്ചു ഈ പ്രവീൺ എന്ന് പറയുന്നത് ഇത്രയും എന്താ പറയാ, ഇത്രയും അതായത് പ്രവീണിന്റെ മനസ്സ് ഒട്ടും ശരിയല്ല, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. അവർക്ക് കുറെ അധികം നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതായത് ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പ്രണവും ഫാമിലി എന്താ പറയുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണോ അഡ്രസ് ഇല്ല എന്ന് പറയുന്നത്, എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് അവന് വരാലോ, എന്തിനാണ് അവൻ വാടക വീട്ടിലേക്ക് മാറിപ്പോകുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. കരഞ്ഞു ഇതൊക്കെ പിടിച്ച് എന്തൊക്കെയോ, അതായത് ഒരുമാതിരി ഡ്രാമ നാടകം മാതിരിയാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ഈ 2 വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവര് ജസ്റ്റ് ഒരു നാടകം കളിക്കുകയെന്ന്. അതായത് ഈ ഒരു 2 വീഡിയോ, അതായത് ഈ 3ാമത്തെ വീഡിയോ, അതായത് ഇവർ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ 3ാമത്തെ വീഡിയോ ആയിട്ടാണ് പ്രവീൺ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഫസ്റ്റ് വന്നത് ഈ ഒരു 2 വീഡിയോ, ഈ 2 പെർട്ടിക്കുലർ വീഡിയോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവരൊരു ഡ്രാമ കളിക്കുകയാണ്. അതായത് ചാനലിലെ റീച്ചും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാലോ, ഒരു സീരിയൽ ഉണ്ടെങ്കിൽ ആ ഒരു സീരിയൽ റീച്ച് കൂടണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു കോൺട്രവേഴ്സീസും അല്ലെങ്കിൽ കുനിഷ്ടും കാര്യങ്ങളൊക്കെ വേണം, എന്നാൽ മാത്രമേ റീച്ച് കൂടുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു റേറ്റിംഗ് കൂടുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് വ്ളോഗേഴ്സിന് എപ്പോഴും കണ്ടന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഇപ്പം ഈ കറന്റ്ലി പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതാണ്. കാരണം അത്രയും അധികം, അതായത് ഗർഭിണീനടക്കം ചവിട്ടി തള്ളി താഴെയിട്ടു, ഈ എന്തൊക്കെയോ എടുത്ത് ഈ പ്രവീണിനെ കുത്തി, അത് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, പിന്നെ എനിക്ക് മെയിനായിട്ട് വരാനുള്ള ഒരു ഡൗട്ട് വെച്ചാൽ 2 റീൽസ് ഞാൻ കാണിച്ചു തരാം. ഇവരെ എത്രത്തോളം ഒത്തൊരുമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ.
ഓക്കെ, ഈ ഒരു 2 ഷോർട്സ് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവർ അത്ര ഒത്തൊരുമയുള്ള കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ച, അതായത് നിങ്ങൾക്കറിയാം, ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന ഒരു വ്ളോഗിങ് ചാനൽ കൊണ്ടുപോയി പറഞ്ഞാൽ വളരെയധികം പാടാണ്. ഒരു 3 മില്യൺ വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പാടാണ്. കാരണം ഫാമിലീസിനെ എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ ഒരു ചാനൽ പെർട്ടിക്കുലർലി കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം അത്ര ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പം അത്ര ഒത്തൊരുമയുള്ള ഒരു ഫാമിലിയാണ് പെട്ടെന്ന് തെറ്റിപ്പിരിഞ്ഞ് പ്രവീൺ മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അച്ഛനമ്മ കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഭാഗമായിട്ട് തിരിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ സ്നേഹിച്ച എന്താ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച എന്താ, ആ ഒരു ഫാമിലിന്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. അത് തന്നെയാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത്. അതായത് ഈവൻ മൃദുല വന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മൃദുല വന്നിട്ടടക്കം ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട്, അതായത് റീച്ച് കൂടുതലാതെ ഒരു കോട്ടവും തട്ടാതെ ഈ ഒരു ചാനൽ പോയിട്ടുണ്ട്. 3 മില്യൺ സംതിങ് ആയപ്പോഴൊക്കെയാണ് മൃദുല വന്നത്. ഇപ്പൊ 4 മില്യണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, മൃദുല വന്നപ്പോൾ മൃദുലിന്റെ ഒരു ഫാൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ളൊരു ഫാമിലിയാണ് പെട്ടെന്ന് തെറ്റിപ്പിരിഞ്ഞ് ഇത്തരത്തില് ഒരു ഉപദ്രവ സെൻസിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പം ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പം മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇവിടെ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കുടുംബമാകുമ്പോൾ പലധികം തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കറിയാം ഇപ്പം ഒരു ഫാമിലി പെട്ടെന്ന് ഇപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോവുക, അങ്ങനത്തെ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വത്ത് തർക്കവും കാര്യങ്ങളൊക്കെ ചേട്ടനാനിയന്മാരും അങ്ങനത്തെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള അതായത് പ്രവീണിന്റെ ഭാര്യ വന്നതോടെ ഇവർക്ക് സ്പേസ് നഷ്ടപ്പെട്ടു പോവുക. അതായത് ഈ ഒരു ചാനലിൽ ഇത്രത്തോളം ഇവർക്കൊരു ഇത് നഷ്ടപ്പെടും, ഈ ചാനലിന്റെ ഒരു ഓണർഷിപ്പ് ഇവരെ ഇന്ന് പോകുമെന്നുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഫാമിലിക്ക് വരാൻ തുടങ്ങി. കാരണം അത്രയും ഒത്തൊരുമയോടെ അവർ ചെയ്തൊരു കാര്യം പെട്ടെന്ന് മൃദുല വരുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതായത് പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചുവിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇവർ പറയുന്നുണ്ട് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പണിയെടുക്കത്തില്ല, സീരിയസ്ലി ഒരു പണിയെടുക്കാത്ത ഒരു മടിയനാണ്. അത് വീട്ടിലെല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം, അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും, ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ വിളിച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ ഏട്ടവന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം. അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോൾ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്. അവന്റെ റൂമിൽ ചെന്ന് കുട്ടികളൊന്നും അവൻ കേൾക്കത്തില്ല, അറിയത്തില്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കാൻ പാടാന്ന് വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴും ഞങ്ങൾ ഏട്ടൻ വീട്ടിൽ. അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങൾ കണ്ടത് കൊച്ചു എന്ന് പറഞ്ഞ അവന്റെ സ്വഭാവമാണ്. യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഫാമിലി വ്ലോഗ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ വളരെയധികം പാടാണ്. എല്ലാവരും ഒത്തൊരുമയോട് കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധികം ടൈം എടുക്കും. റീടേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ടൈം എടുക്കും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരാൾ വിളിച്ചിട്ട് വരുന്നില്ല, കിടന്നുറങ്ങുന്നു, ഉച്ചവരെ കിടന്നുറങ്ങുന്നു, വിളിച്ചു കഴിഞ്ഞാൽ വാതിൽ മുട്ടിയാലും തുറക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരാൾ മാത്രം പണിയെടുത്തിട്ട് അത് ഈക്വലായിട്ട് ഷെയർ ആയിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രവീൺ തന്നെ ചെയ്യുന്നതെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു മടിയനായിട്ടുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ഇൻകം, അതായത് യൂട്യൂബിൽ നിന്ന് വരുന്ന ഇൻകം ഈക്വൽ ആയിട്ടാണ് ഷെയർ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവം നടന്നത് എന്താ വെച്ചാല്, അപ്പം മുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചുവിന്റെ കാല് പിടിക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു പ്രവീണിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം മൃദുലേന്റെ വരവോട് കൂടിയിട്ട് അത് നിന്നിട്ടുണ്ടാവും. കാരണം മൃദുല എന്ന് പറഞ്ഞാൽ എന്തിനും റെഡി ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പേഴ്സൺ ആകുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇപ്പം ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രവീണിന് പ്രണവിന്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഫാമിലീസിന്റെ ആവശ്യമില്ല. അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ മൃദുലയും വെച്ചിട്ട് ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഈ ഫാമിലിക്ക് എന്ത് ചെയ്തു, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതായത് കൊച്ചുവിന് തോന്നുകയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ അതായത് അവരുടെ ഒരു ഭാഗമായിട്ട് മാറുകയെന്ന്. അതായത് മൃദുല പ്രവീൺ എന്നുള്ളൊരു ടാഗിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളൊരു ഈഗോ പ്രശ്നം വരാൻ തുടങ്ങി. അതായത് ഈ കൊച്ചുവിന്റെ മനസ്സിൽ കൊച്ചു എന്ത് ചെയ്തു, നേരെ പോയിട്ട് അമ്മേനോടും അച്ഛനോടും ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയ്ക്കും തോന്നി ഇത്തരത്തിലെ മൃദുലയാണ് എല്ലാത്തിനും പ്രശ്നം. അതായത് നമ്മുടെ ഫാമിലി വ്ളോഗ് എന്നുള്ളത് ആ ഒരു ചാനല് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പേടി കാര്യങ്ങളൊക്കെ ആ ഒരു ഫാമിലിന്റെ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം അതാണ് മെയിൻ റീസൺ എന്ത് ചെയ്ത് ഇത്തരത്തിലുള്ള ഉപദ്രവവും കാര്യങ്ങളൊക്കെ വരാണ്. അതായത് പിന്നെ ആ ഒരു ഫാമിലിക്ക് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, മൃദുലേനെ അവിടുന്ന് ഓടിക്കുക.
ഓക്കെ. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവര് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം കാണിച്ച ക്ലിപ്പിൽ നിങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പും കൂടി കേട്ടോക്കാം എന്തൊക്കെയാണ് മൃദുലേനെ പറ്റിയിട്ട് ഈ ഒരു അച്ഛനും അമ്മയും പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ ഒരു അച്ഛനും അമ്മയും ഇത്തരത്തിൽ പറയുന്നൊക്കെ. അത് നമുക്കൊന്ന് കേട്ടിട്ട് നോക്കാം. അമ്മയും പറയുന്നുണ്ട്, അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഓക്കെ, അപ്പൊ കണ്ടോ ഗൈസ്, അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രയും വിഷം നിറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അച്ഛനും അമ്മയും ആ ഒരു പ്രവീണിനോട് പറയുന്നത്. ഓക്കെ, അപ്പം അച്ഛൻ പറയുന്നത് എന്താ വെച്ചാൽ ഇറങ്ങിപ്പോ. അതായത് ഈ പ്രവീണിനോടും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ആ ഒരു മൃദുലേനോടും പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്ന അവർ പറയുന്നത്. അമ്മയാണെച്ചാലും അമ്മയും പറയുന്നത് മൃദുല ഇറങ്ങിപ്പോയി, ഈ പെണ്ണാണ് എല്ലാത്തിനും കാരണം, ഈ ഇവർ വന്നതോടെ എല്ലാ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത്രയും ടോർച്ചർ കാര്യങ്ങൾ. അതായത് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത്, അതായത് ഗർഭിണിയാവുന്ന ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. അതായത് എപ്പോഴും ഹാപ്പി മൈൻഡായിട്ട് എടുക്കുന്ന ഒരു സമയത്ത് ഇത്രയും ടോർച്ചറും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഇത്തരത്തിൽ ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് അച്ഛനും അമ്മയും അനിയനും ഇനി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ എക്സ്പ്ലനേഷൻ വീഡിയോ, അതായത് ഒരു റിയാക്ഷൻ വീഡിയോ മാറിയിട്ട്, അതായത് പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനൽ ചെയ്ത് ഞങ്ങൾ ഇത്തരത്തിൽ ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ല, അവനെ ഞങ്ങൾ എപ്പോഴും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്, അവൻ്റെതായ ഇഷ്ടത്തോടെ ഇറങ്ങി പോയതാണെന്നൊക്കെ പറഞ്ഞ് നല്ല പിള്ള കരഞ്ഞ് വെറുതെ നല്ല പിള്ള. അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടു പൊക്കോ, അവന് ഇവിടെ വന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടുന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അവന്റെ ചമഞ്ഞ്. ഓക്കെ, അപ്പം അവര് മനസ്സിലാക്കിയില്ല ഇത്തരത്തില് പ്രവീൺ എല്ലാത്തിന്റെ ഒരു തെളിവും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ മെയിനായിട്ട് നടന്നത്. അത്രയും നല്ല പിള്ള ചമഞ്ഞിട്ട് ഇത്രയും വിഷമം ഉളവാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ അത്രയും നല്ല പിള്ള കാര്യങ്ങളൊക്കെ ചമഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതായത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ വന്നപ്പോൾ ഞാൻ നേരെ പോയത് എന്താ, ഒരു പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സ് നോക്കാനാണ്. അതായത് ആ പെർട്ടിക്കുലർ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കാനാണ്. ഏകദേശം 50 ലക്ഷം വീഡിയോസോ അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് കമന്റ് ബോക്സ് നോക്കാനാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ അവിടെ പോയപ്പോൾ അറിഞ്ഞെന്താ വെച്ചാൽ അവിടുത്തെ കമന്റ് ബോക്സ് അവർ ടേൺ ഓഫ് ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, പ്രണവ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും നല്ല തെറിവിളിയും കാര്യങ്ങളൊക്കെ കിട്ടി കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓഫ് ആക്കിയിട്ടിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് കേസിലേക്കും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ഗർഭിണീനെ ഇത്രത്തോളം ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം ഇത്രയധികം പ്രശ്നം, മെയിനായിട്ടും പ്രശ്നം നടക്കുന്നത് എന്താ വെച്ചാൽ ഇവരെ കയ്യിൽ നിന്ന് ഈ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു പോകുക. കാരണം അതിന്റെ ഇൻകം കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതന്നെയാണ് ഇവിടെ മെയിനായിട്ടും ഉള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു വാശിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അച്ഛനും പ്രണവും കൂടിയും ആ ഒരു പുതിയതായിട്ടുള്ള പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, അപ്പം ഇത്തരത്തിലൊന്നും ഒരിക്കലും ആവുന്ന നമ്മൾ പ്രതീക്ഷിച്ച് കാണില്ല. കാരണം അത്രയും ഒത്തൊരുമയോട് പോയിട്ടുള്ള ഒരു കുടുംബം കാര്യങ്ങളാണ്. നമ്മൾ ഇതിൽ വന്ന ശേഷം നമ്മൾ അത്രയും ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു കുടുംബമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ മാറിപ്പോയത്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആൾക്കാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്ര പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നതെന്ന്. ഓക്കെ, അതൊരു 4 മില്യൺ വരെ ഒരു ചാനൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരുമിച്ച് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഫാമിലിയാണ് പെട്ടെന്ന് ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞ് 2 ചേരിയായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിച്ചത് എന്താ, ഇവര് തമ്മിലുള്ള ഒരു ഹാപ്പിനെസ് ആണ്. ആ ഒരു ഹാപ്പിനെസ്സിനാണ് നമ്മൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരുടെ കളിയും ശരിയും കാര്യങ്ങളൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും കണ്ടതും. ഓക്കെ, അപ്പം ഇത്രയും കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതല്ല. ഇത്രയ്ക്ക് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അതായത് നിങ്ങളൊരു പോയിന്റ് ഓഫ് വ്യൂവില് എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നിങ്ങളൊന്ന് കമന്റും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാൻ.